നിങ്ങൾ കോമൺ സെൻസ് വെച്ച് പഠിച്ചതിന്റെ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി. ഒരുപാട് കാട് കയറി ചിന്തിക്കുമ്പോഴാണ് പല ക്വസ്റ്റ്യൻസും തെറ്റിപ്പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരു ലോജിക്കും ഇല്ലാത്ത സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊരു ബേസിക് കോമൺ സെൻസിൽ എനിക്ക് വർക്ക്ഔട്ട് ആവാത്ത കാര്യമാണ്. 50-50 ചാൻസിൽ നിൽക്കുന്ന ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 60% എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ന്യൂക്ലിയർ വാർ, ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ ഡീഡ്സിലേക്ക് പോയി. 100 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആക്യുറസിയോട് കൂടി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മൈക്രോ ഓർഗാനിസം കണ്ടെത്തിയതും കണ്ടെത്താനുള്ളതും ഒരുപാടുണ്ട്. അവിടെ UPC വാശി പിടിക്കുന്നില്ല, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ എടുത്തു വെച്ചിട്ട് അവിടെ കുറെ സമയം വേസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. സോ അതിൽ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. UPC എല്ലാ മഷ്റൂംസ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതെന്ന് പറഞ്ഞിട്ടില്ല. അവസാനത്തെ ഒരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ OMR ഫില്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടൈമിന്റെ ഒരു ഹരിബറിയിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 25ാമത്തെ D മാർക്ക് ചെയ്യുന്നതിന് പകരം 26ാമത്തെ D മാർക്ക് ചെയ്യും. അവിടെ തൊട്ട് കംപ്ലീറ്റ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അപ്പൊ അണ്ണാനെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അണ്ണാരക്കണ്ണനെ കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കണ്ടെത്താവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ വർഷം UPC സിവിൽ സർവീസ് എക്സാമിനേഷൻ, അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ കൊടുക്കുന്ന എല്ലാ UPC ആസ്പിറൻസിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് 2024 ഒരു സീരിയസ് അറ്റംപ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എല്ലാവരും മസ്റ്റായിട്ടും കാണേണ്ട വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അവസാനം വരെ കാണുക. എൻ്റെ പേര് ജസ്റ്റിൻ, ഗാലന്റ് AS അക്കാദമിയുടെ ഡയറക്ടറാണ്. ഐ ഹാവ് ബീൻ ഇൻ ദിസ് ഫീൽഡ് ഫോർ ദ ലാസ്റ്റ് 10 to 12 years. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, നമുക്കറിയാം പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അപ്പോൾ അതിൽ GS1 അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പർ CSAT. ഈ GS1ൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 100 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 100 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്കറിയാം ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്, കറണ്ട് അഫയേഴ്സ് പോലുള്ള ഏരിയാസിൽ നിന്നാണ്. അതിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 100% ഷുവർ ഷോട്ട് ആൻസേഴ്സ്, നിങ്ങൾക്ക് 100% അറിയാവുന്ന ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ 20 ആവാം, 25 ആവാം, ചിലപ്പോൾ 30 ആയിരിക്കാം. ഓക്കെ, ഇനി ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 50-50 ചാൻസ് ആണ്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ചോയ്സസിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 50-50 ചാൻസ് ഉള്ള ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 20-30% നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ധാരണയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരു ചോയ്സിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 0%, അതായത് ഒട്ടും ധാരണയില്ലാത്ത ടോപ്പ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 100% ആൻസർ അറിയാവുന്ന ഒരു 20-25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 50-50 ചാൻസിൽ നിൽക്കുന്ന ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഒരു 30% ചാൻസിൽ നിൽക്കുന്ന ഒരു 20-25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 0% മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് മേ ബി അങ്ങനത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എക്സാമിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നെഗറ്റീവ്സ് കുറയ്ക്കാം എന്നുള്ളതാണ്. കാരണം ഓരോ തെറ്റിയ ആൻസറിനും 0.66 ആയിട്ട് മൈനസ് നെഗറ്റീവ്സ് കട്ടാവും. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 100 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആക്യുറസിയോട് കൂടി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 75 പോയിന്റ് സംതിങ് ആയിരുന്നു. അത്രയും ലോവസ്റ്റ് കട്ട് ഓഫ് ആണ്. അപ്പോൾ നെഗറ്റീവ്സ് കുറയ്ക്കുക, ആക്യുറസി കൂട്ടുക. ഓക്കെ, അതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100% അറിയാവുന്ന ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യത്തെ ഒരു 5-6 അല്ലെങ്കിൽ 10 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസും സ്കാൻ ചെയ്ത് നിങ്ങൾ അതിനെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 50-50 ചാൻസിൽ നിൽക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 30% ചാൻസിൽ നിൽക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഇനി 100% നിങ്ങൾക്ക് ആൻസർ അറിയാവുന്ന ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് റീഡിംഗിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നു. 25x2 എന്ന് പറയുമ്പോൾ നിങ്ങൾ 50 മാർക്സ് സ്കോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ 25 ക്വസ്റ്റ്യൻസ് ഷുവർ ഷോട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് 100% ആൻസർ അറിയാവുന്ന 25 ചെയ്തു, 50 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, മേ ബി അങ്ങനത്തെ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാം. 30 ക്വസ്റ്റ്യൻസിൽ ഇനി 15 ശരിയായി, 15 തെറ്റി, എന്നാലും പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 15 ശരിയാകുമ്പോൾ 30 മാർക്ക് കിട്ടി, 15 തെറ്റുമ്പോൾ 10 മാർക്ക് പോയി. 10 മൈനസ് ചെയ്താലും ബാക്കി 20 മാർക്ക് നിങ്ങൾക്കുണ്ട്. സോ 50+20 എന്ന് പറയുമ്പോൾ നിങ്ങൾ 70 മാർക്ക് സ്കോർ ചെയ്തു. ഇനി വീണ്ടും വരുന്നത് 30% അല്ലെങ്കിൽ 20-30% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു 45 കൂട്ടാം. ഈ 45 ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് വെച്ച് നിങ്ങൾ മേ ബി അതിലൊരു 20-25 ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 10 ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു 20 ചെയ്തെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ,
20 10 തെറ്റിപ്പോയി, 10 ശരിയായി. 10 ശരിയാകുമ്പോൾ 20 മാർക്ക് കിട്ടി. 10 തെറ്റുമ്പോൾ എത്ര മാർക്ക് കട്ടായി? അറൗണ്ട് 7 മാർക്ക്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എഗെയിൻ ബെനിഫിറ്റ് നിങ്ങൾക്കാണ്. ഓക്കെ, 20 നിങ്ങൾ 7 മൈനസ് ചെയ്തോളൂ, ബാക്കി 13 മാർക്ക് നിങ്ങൾക്കുണ്ട്. ഓൾറെഡി 70 വാങ്ങി, ഇവിടെ 13, 83 മാർക്ക് വാങ്ങി. ഇനി ഫൈനൽ റൗണ്ട് എന്ന് പറയുന്ന ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ അതിൽ 5 അറ്റംപ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊരു ഒരു 10 അറ്റംപ്റ്റ് ചെയ്തോളൂ. 5 തെറ്റി, 5 ശരിയായി, എന്നാലും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ എടുത്തു വെച്ചിട്ട് അവിടെ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് റൗണ്ടിൽ ഫിനിഷ് ചെയ്യുന്നു, 50-50 ചാൻസ് ഉള്ളത് സെക്കൻഡ് റൗണ്ടിൽ ഫിനിഷ് ചെയ്യുന്നു, തേർഡ് റൗണ്ടിൽ 30% അല്ലെങ്കിൽ അതിനുശേഷം ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും വളരെ വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും കട്ട് ഓഫിന്റെ മേലെ കയറാനും പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഈ പറയുന്ന എലിമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടടുത്താണ് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്, വൈൽഡ് ഗസ് അല്ല, എഡ്യൂക്കേറ്റഡ് ഗസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ OMR എൻഡിൽ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തു പോകുമ്പോൾ OMRൽ മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവസാനത്തെ ഒരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ OMR ഫില്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടൈമിന്റെ ഒരു ഹരിബറിയിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 25ാമത്തെ D മാർക്ക് ചെയ്യുന്നതിന് പകരം 26ാമത്തെ D മാർക്ക് ചെയ്യും. അവിടെ തൊട്ട് കംപ്ലീറ്റ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, OMR ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ തുടക്കം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, OMR ഒക്കെ തുടക്കം തന്നെ ഓരോ ആൻസർ, അത് ആ ബബിൾസ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പറയുന്ന മെഷീൻ അത് റീഡ് ചെയ്യത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോന്നിന്റെയും നിങ്ങൾ ആൻസർ ചെയ്തു പോകുമ്പോൾ ആ ബബിൾസ് കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ട് അത് ലൈക്ക് OMRൽ മാർക്ക് ചെയ്ത് പോകാനായിട്ട്, അവസാനത്തേക്ക് വെക്കാണ്ട് ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കൂ, 23ന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2023 പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസിയാണ്, ബേസിക് കോമൺ സെൻസ്. അപ്പോൾ ഇവിടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. നിങ്ങളുടെ കോമൺ സെൻസ് മാറ്റേഴ്സ് എ ലോട്ട്. ഈ 17ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കൂ, ലൈക്ക് വിത്ത് റിഗാർഡ് ടു ദീസ് ഇന്ത്യൻ സ്ക്വിറൽസ്, ദേ ബിൽഡ് എ നെസ്റ്റ് ബൈ മേക്കിംഗ് ബറോസ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ അണ്ണാനെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അണ്ണാരക്കണ്ണനെ കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കണ്ടെത്താവുന്നതാണ് അണ്ണാൻ കൂട് കൂട്ടുന്നത് മരത്തിലാണെന്നും അല്ലെങ്കിൽ അത് ഓംനിവോറസ് ആണെന്നൊക്കെ നമുക്കറിയാം. അത് ഇൻസെക്റ്റിനെ, കീടങ്ങളെയും പ്രാണികളെയൊക്കെ കഴിക്കും, അല്ലെങ്കിൽ പക്ഷിയുടെ മുട്ട കഴിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലൈക്ക് നട്ട്സും സീഡ്സ് ഒക്കെ കഴിക്കും. അപ്പോൾ അത് ഓംനിവോറസ് ആണ്. ഓക്കെ, പിന്നെ ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ലൈക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അത് എന്താ പറയുക, സ്റ്റോർ ദർ ഫുഡ് ആൻഡ് മെറ്റീരിയൽസ് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട്സ്, അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ അതൊരിക്കലും ഗ്രൗണ്ടിലല്ല, ഗ്രൗണ്ടിൽ ബറോസ് ഉണ്ടാക്കി അതിലല്ല കൂട് കൂട്ടുന്നത്, മരത്തിലാണ് കൂട് കൂട്ടുന്നത്. അപ്പം ഈ ബേസിക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 ശരിയാണെന്നുള്ള ഏതവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. 16ഉം 18ഉം ഒരേ പാറ്റേണിലാണ് UPSC ക്വസ്റ്റ്യൻ പടച്ചു വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്, സം മഷ്റൂംസ് ഹാവ് സൈക്കോആക്റ്റീവ് പ്രോപ്പർട്ടീസ്, സം മഷ്റൂംസ് ഹാവ്. സോ അതിൽ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. UPSC എല്ലാ മഷ്റൂംസ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം മഷ്റൂംസിന്റെ പല യൂസസ്, കറി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മഷ്റൂംസിന്റെ പല തരത്തിലുള്ള യൂസസ് ഉണ്ട്. അപ്പോൾ UPSC അവിടെ റിസ്ക് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എക്സ്ട്രീം വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു ബേസിക് കോമൺ സെൻസ് ആണ്. അതുപോലെ സം മൈക്രോ ഓർഗാനിസം കണ്ടെത്തിയതും കണ്ടെത്താനുള്ളതും ഒരുപാടുണ്ട്. അവിടെ UPSC വാശി പിടിക്കുന്നില്ല, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ബേസിക് കോമൺ സെൻസ് ആണ്. ആരും ചിന്തിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 16 അല്ലെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, അഗൈൻ യു കുഡ് സീ ദാറ്റ് India, despite having uranium deposits, depends on coal for most of its electricity production. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഒരുപാട് ആർട്ടിക്കിൾസിൽ ചർച്ച ചെയ്തു പോകുന്നതാണ് ഇന്ത്യ വൺ ഓഫ് ദ ഡെവലപ്പിംഗ് നാഷൻസ്. ഓഫ് കോഴ്സ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈക്ക് ഒരു 60% ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ലൈക്ക് കോളാണ് എന്നുള്ളത് നമുക്കറിയാം. അതൊരു അണ്ടർസ്റ്റുഡ് ആണ്, ബേസിക് കോൺസെപ്റ്റ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യുറേനിയം എൻറിച്ച്ഡ് ടു ദ എക്സ്റ്റെന്റ് അറ്റ്ലീസ്റ്റ് 60% എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ന്യൂക്ലിയർ വാർ, ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ ഡീഡ്സിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 60% ആണ്, അത്രയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരു ലോജിക്കും ഇല്ലാത്ത സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊരു ബേസിക് കോമൺ സെൻസിൽ എനിക്ക് വർക്കൗട്ട് ആവാത്ത കാര്യമാണ്. അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, നിങ്ങൾ പഠിച്ചതിന്റെ ബേസിസിൽ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസറബിൾ ആണ്. അപ്പം ഞാൻ എക്സാം ഹാളിൽ മറ്റൊരു കാര്യം പറയാൻ, ഈ ക്വസ്റ്റ്യൻസ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കോമൺ സെൻസ് വെച്ച് പഠിച്ചതിന്റെ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി. ഒരുപാട് കാട് കയറി ചിന്തിക്കുമ്പോഴാണ് പല ക്വസ്റ്റ്യൻസും തെറ്റിപ്പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫസ്റ്റ് എക്സാമിന് ശേഷം നമുക്കറിയാം സെക്കൻഡ് പേപ്പർ CSAT ആണ്. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കാട് കയറി ഡിസ്കഷൻസിലേക്കൊക്കെ പോയി ടെൻഷനായി, അറിയാവുന്നതും തെറ്റിച്ചു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റി, ഈ ക്വസ്റ്റ്യൻ തെറ്റി, അതാണ് ഇതാണ്. കാരണം നോബഡി നോസ് ദ ആൻസർ. ഈവൻ UPSCന്റെ ഈ പല സൈറ്റുകളും ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് UPSCന്റെ ഒഫീഷ്യൽ കീ വരുമ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരുടെ ആൻസർ കീസും UPSCന്റെ ഒഫീഷ്യൽ ആൻസർ കീയും തമ്മിൽ മിനിമം ഒരു 10-20 ക്വസ്റ്റ്യൻസിന്റെ ഡിഫറൻസ് ആവും, 20 ആൻസേഴ്സിന്റെ മാർക്സിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒഫീഷ്യൽ കീ വരുന്നതും വരെ നിങ്ങൾ കീനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഡയറക്റ്റ് കീ ഡിസ്കഷൻസിലേക്ക് പോകണ്ട. ജസ്റ്റ് റിലാക്സ്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അതിനെ കുറെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടോ ഭയങ്കര എന്താ പറയുക ടെൻസ്ഡ് ആയിട്ടോ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഭയങ്കര കാര്യമായിട്ടൊന്നും അതിന്റെ ആൻസർ ഡിസ്കഷൻസിൽ ഇനി നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയി മറ്റുള്ളവർ പറയുന്ന ആൻസർ വേറെ ആണെങ്കിൽ അതിനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അതൊരു പ്രശ്നമേ അല്ല, അത് വിട്ടേക്കും. നേരെ നിങ്ങൾ CSATന് ഒരു ബ്രേക്ക് എടുക്കുക, ലഞ്ച് കഴിക്കുക, പ്രോപ്പറായിട്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുക, ചെറിയൊരു ബ്രേക്ക് നാപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. അതിന് ശേഷം ജസ്റ്റ് CSATന്റെ കോംപ്രിഹെൻഷൻ, കോണ്ട്, റീസണിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ദെൻ യു ഡയറക്ട്ലി ഗോ ആൻഡ് ഗിവ് യുവർ CSAT കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 2-3 വർഷങ്ങളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ GSന് നല്ല മാർക്കുള്ള കുട്ടികളും പ്രിലിംസ് ക്ലിയർ ചെയ്യാണ്ടായി പോയത് CSATന്റെ മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ CSAT ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. CSAT 67 മാർക്സ് മതി, 33% മതി എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ അതിനെ ലഘൂകരിക്കരുത്. ഇനിയുള്ള ദിവസങ്ങളാണെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. 3 ഏരിയാസിന് ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, കോണ്ട് ആയിക്കോട്ടെ, 3നും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. പുതിയതായിട്ടുള്ള റിസർച്ചിലേക്കോ പുതിയ സ്റ്റഡീസിലേക്കോ പുതിയ ബുക്സ് വായിക്കാൻ ഒന്നും പോകണ്ട. പഠിച്ചു തന്നെ നിങ്ങൾ റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, റിവിഷൻ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും റിവൈസ് ചെയ്യൂ. PYQs പ്രാക്ടീസ് ചെയ്യൂ. ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ഈ പറഞ്ഞതുപോലെ PYQs നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. UPSC ക്വസ്റ്റ്യൻസിന്റെ ഒരു നാക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ പിടിക്കാൻ ശ്രമിക്കുക. PYQs നല്ലോണം സോൾവ് ചെയ്യൂ. നല്ലോണം റെസ്റ്റ് എടുക്കുക. പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ്, ഉറക്കം ഉണ്ടാവണം. നല്ലോണം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇതിന്റെ റിസൾട്ട് എന്താവും എന്നതിനെ കുറിച്ചുള്ള ടെൻഷൻസ് വേണ്ട. നമ്മൾ ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യുക. റിസൾട്ട് വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ. ഓക്കെ, അപ്പൊ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല എഫേർട്ട് ഇടുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിന് ശേഷം എന്തെന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കൊടുക്കേണ്ട എഫേർട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ പുതിയ ലൈക്ക് എന്താ പറയുക ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യുന്നതിലോ പുതിയ ഫാക്ട്സും ഡേറ്റാസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിലോ ഒന്നും യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ച് സ്റ്റാറ്റിക് ഏരിയാസ് ഒക്കെ പുതിയ ബുക്സ് വായിക്കാനോ പുതിയ റിസർച്ച് ചെയ്യാനോ ഇനിയുള്ള ദിവസങ്ങളിൽ പോകരുത്. വളരെ ചുരുക്കം ദിവസങ്ങളെ നമുക്ക് മുമ്പിലുള്ളൂ. പഠിച്ചു തന്നെ റിവൈസ് ചെയ്യാനും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, ബി കൂൾ, സ്റ്റേ പോസിറ്റീവ്. ലൈക്ക് എന്താ പറയുക, നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസും ഡിപ്രഷൻസും ഒക്കെ എടുത്തു കളയുക. നിങ്ങൾ കൂളായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം, സ്റ്റാൻഡപ്പ് കോമഡീസ് കാണാം. നിങ്ങളെ തന്നെ കൂളായിട്ട് നിർത്തൂ. എക്സാം കൊടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തീർച്ചയായിട്ടും നന്നായിട്ട് ഉറങ്ങണം. രാവിലെ എണീക്കുക, വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നല്ലോണം നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യുക, നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഹോൾ ടിക്കറ്റ് ആയിക്കോട്ടെ, ബാക്കി പേന ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു വെക്കുക. എക്സാം സെന്ററിൽ ഒരു അരമണിക്കൂർ നേരത്തെ എത്തുന്ന രീതിയിൽ നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് എക്സാം വിൽ ബി ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മളെ തന്നെ കോമ്പറ്റേറ്റീവ് ആക്കുക. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൈവടിയരുത്. എക്സാം ഹാൾ എവിടെ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏറ്റവും കൂളായിട്ട് എഴുതിയെടുക്കുക. ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യുകയേ വേണ്ട. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കൂ. പേപ്പർ 1 ആയിക്കോട്ടെ, പേപ്പർ 2 ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നെഗറ്റീവ്സ് കുറയ്ക്കാനും ആക്യുറസി കൂട്ടാനുമായിരിക്കണം. ഓക്കെ, so take care of these aspects. Wishing you all the best, and definitely you will crack prelims 2024. That's it.